ഇനി എന്താണ് ഭാവിയിൽ ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുന്ന സമയമാണിത്. ഏത് പ്രൊഫഷൻ സ്വീകരിക്കണം, ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെ ആലോചിക്കുന്ന സമയമാണ്. അപ്പൊ ചിലർക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ല IAS ആകണം, IPS ആകണം, ലോയർ ആവണം, അല്ലെങ്കിൽ ഡാൻസർ ആവണം, അല്ലെങ്കിൽ വലിയ ഫുട്ബോൾ കളിക്കാരനാകണം. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹം വെറുമൊരു ആഗ്രഹമായാൽ പോരാ, അത് തീവ്രമായ ആഗ്രഹമായിരിക്കണം. അത് വെറുമൊരു ഡിസൈർ ആയാൽ പോരാ, തീവ്രമായ ആഗ്രഹം, ഉത്കടമായ ആഗ്രഹം, ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത, ഒരിക്കലും പിൻവാങ്ങാൻ പറ്റാത്ത ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങൾക്ക് എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും ആ ആഗ്രഹം തീവ്രമായിരിക്കണം, ഇന്റൻസ് ആയിരിക്കണം. ആ ഇന്റൻസ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ബോധ്യമാകുന്നത്, അതിലേക്കുള്ള പ്രയാണത്തിന് അത് വഴി കാട്ടുന്നത്. അപ്പോൾ വിജയത്തിന് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം തീവ്രമായ ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡിസൈർ എന്ന വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. ഇനി ഈ ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതിയോ? ഈ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, ആ ആഗ്രഹം നിറവേറ്റാൻ, നേടിയെടുക്കാൻ വേണ്ട നിശ്ചയദാർഢ്യം വേണം. ഡിറ്റർമിനേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ ഡിറ്റർമിനേഷൻ വേണം. ഇത് കിട്ടിയേ പറ്റൂ, ഇതില്ലാതെ ഞാൻ പിൻവാങ്ങില്ല എന്നുള്ള ഒരു തീരുമാനത്തിനാണ് നമ്മൾ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് രണ്ടാമത്തെ ആവശ്യം. ഒന്നാമത്തേത് ഡിസയർ ആണ്, രണ്ടാമത്തേത് ഡിറ്റർമിനേഷൻ ആണ്. ഇനി ഇത് രണ്ടും ഉണ്ടായാൽ മതിയോ? നിങ്ങൾക്ക് വലിയ തീവ്രമായ ആഗ്രഹമുണ്ട്, അത് നടപ്പിലാക്കണമെന്ന ഡിറ്റർമിനേഷനുമുണ്ട്. ഇനി വേണ്ടുന്നത് എന്താ? ഇത് നടപ്പിലാക്കാൻ വേണ്ടുന്ന ഒരു പരിപാടി, ഒരു പദ്ധതി വേണം, അല്ലെ? എങ്ങനെയാ ഇത് നേടിയെടുക്കുക? ചുമ്മാതെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് പഠിച്ചാൽ മതിയോ? അത് പോരാ. അപ്പൊ അത് ചെയ്യുന്നതിന് ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നത് 5 മണി അല്ലെങ്കിൽ ഉറങ്ങുന്നത് 10 മണി, അങ്ങനെയുള്ള ഡിസിപ്ലിൻ അല്ല. ഈ നമ്മൾ പഠിക്കേണ്ടുന്ന വിഷയം എന്താണ്, അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് എളുപ്പം പഠിക്കാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് പ്രയാസമുള്ളത്, കൂടുതൽ സമയം ഏതിന് ചെലവഴിക്കണം, കുറച്ച് സമയം ഏതിന് ചെലവഴിക്കണം എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ തന്നെ നിശ്ചയിച്ച് അതിനൊരു ഒരു ക്രമം, ഒരു ചട്ടവട്ടം ഉണ്ടാക്കുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഒരു ഡിസയർ വേണം, രണ്ടാമത് ഒരു ഡിറ്റർമിനേഷൻ വേണം, മൂന്നാമത് ഒരു ഡിസിപ്ലിൻ വേണം. ഇത് മൂന്നും ഉണ്ടായാൽ മാത്രം പോരാ. ഇനി ഒരു കാര്യം കൂടി വേണം. എന്താണെന്നറിയാമോ? നോക്കൂ, ഞാൻ 2015 കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. അതിനു മുമ്പ് 2.5 വർഷം ഞാൻ ഡൽഹിയിൽ ജോലി നോക്കുകയായിരുന്നു. ഡൽഹിയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് ഞാൻ ജോലി നോക്കിയത്. ഇപ്പൊ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചുരുക്കപ്പേര് സായി എന്നാണ്, SAI, സായി. ഇപ്പൊ സായിക്ക് ഇന്ത്യയിലൊട്ടാകെ ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വലിയ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ഏറ്റവും വലുത് ഡൽഹിയിലാണ്, പിന്നെ പട്യാല, NIS പട്യാല എന്ന് പറയും, അവിടെയൊക്കെയാണ്. അപ്പൊ ഞാൻ അതിന്റെ ചുമതല ഏറ്റപ്പോൾ ഈ ജോലി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒന്നായിരുന്നു. കാരണം എനിക്ക് സ്പോർട്സിൽ വലിയ കമ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ചുമതല ഏൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ത്രില്ലുണ്ട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സാധാരണ ഞങ്ങളുടെ ട്രെയിനിങ് ആരംഭിക്കുന്നത് രാവിലെ 5 മണിക്കാണ്. അപ്പൊ 5 മണിക്ക് എല്ലാ അത്ലറ്റ്സും അവരവരുടെ നിർദ്ദിഷ്ടമായ സ്ഥലത്ത് ചെന്ന് പരിശീലനം തുടങ്ങും. കൃത്യം 5 മണി, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ 5 മണിക്ക് കുട്ടികള്, അത്ലറ്റുകള് വന്ന് പരിശീലനം തരുമ്പോഴ്
അവരുടെ കോച്ചസും അതുപോലെ വരണം. 5 മണിക്ക് തന്നെ അവർ ഹാജരാകണം. അപ്പൊ 5 മണിക്ക് നമ്മുടെ ട്രെയിനിങ് ആരംഭിക്കണമെങ്കിൽ നമ്മൾ 4 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. വേണ്ടേ? 4 മണിക്ക് എഴുന്നേറ്റ് തയ്യാറെടുത്ത് വേണം അവിടെ വരാൻ. അപ്പൊ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദേവി ഇങ്ങനെയൊക്കെ എത്രയും അത്ലറ്റുകളൊക്കെ ഈ രാവിലെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പരിശീലനം തേടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു, ഒരു ദിവസം മുന്നറിയിപ്പ് കൂടാതെ ഇവിടെ ഒന്ന് സന്ദർശിക്കണം, ഒരു ഇൻസ്പെക്ഷൻ നടത്തണം എന്ന് വിചാരിച്ചു. അത് എന്റെ ഡ്രൈവറെ എടുത്ത് കൂട്ടാതെ ഞാൻ തന്നെ കാർ എടുത്ത് വെളുപ്പിനെ ഒരു 4:30 മണിയായപ്പോൾ നേരെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, ഡൽഹിയിലെ വലിയ ഇൻഡോർ സ്റ്റേഡിയമാണ്, ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പോയി. ഞാൻ പുതിയ ആളായതുകൊണ്ട് ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല, ഞാനൊട്ട് പറഞ്ഞുമില്ല. അപ്പൊ ഞാൻ ചെന്നതുകൊണ്ട് വലിയ സ്റ്റേഡിയമാണ്. അവിടെ ചെന്ന് ആദ്യം അവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് പോയി. ബാസ്കറ്റ് ബോൾ കോർട്ട് ചെന്നപ്പം അവിടെ ഒരാളും ഇല്ല. അപ്പോൾ വലിയ സങ്കടമായി. 5 മണിയായി, ആരുമില്ല. അത് തൊട്ടടുത്ത് ബാഡ്മിന്റൺ കോർട്ടുണ്ട്. ബാഡ്മിന്റൺ കോർട്ട് ചെന്നപ്പോഴും ആരെയും കാണാനില്ല. 5:10. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ മുമ്പോട്ട് പോയി വോളിബോൾ കോർട്ടിന്റെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ 1-2 അത്ലറ്റുകൾ വന്നിട്ട് കാലിൽ ഷൂസ് ഒക്കെ ഇട്ട് അവരെ ടൈ ചെയ്യുന്നു. ഒരാൾ സോക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഒരാൾ ഷൂ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും പരിശീലനം ആരംഭിച്ചിട്ടില്ല, കോച്ചസ് വന്നിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് വലിയ സങ്കടമായി. ഇങ്ങനെയാണോ നമ്മളുടെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്? രാവിലെ 5 മണിക്ക് തുടങ്ങേണ്ട സ്ഥലത്ത് ഇതെന്തിനൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് വീണ്ടും സ്റ്റേഡിയത്തിന് ചുറ്റും നടന്നപ്പോഴ് പെട്ടെന്ന് ഞാനൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഒരു കൈക്കുഞ്ഞിന്റെ കരച്ചിൽ, കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ ആ കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ, വെളുപ്പക്കാലത്ത് ഈ കുഞ്ഞിന്റെ കരച്ചിൽ ഇവിടെ കേൾക്കാൻ എന്താ കാര്യം എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോഴ് ഒരു പുരുഷന്റെ കയ്യില് 2 കുഞ്ഞുങ്ങൾ, ട്വിൻസ് ആണെന്ന് കണ്ടറിയാം, 2 കുട്ടികളെ അയാൾ കയ്യിൽ വെച്ച് അതിനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു. കുട്ടികൾ 2 കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുകയാണ്. അപ്പൊ ഈ പുരുഷൻ ഈ 2 കുഞ്ഞുങ്ങളെ ഒരേ സമയം 2 കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഏകദേശം ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയും നിൽക്കുന്നുണ്ട്. അപ്പൊ കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് താഴെ നിൽക്കുന്നത്, കയ്യിലിരിക്കുന്ന 2 കുട്ടികളും. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, ഈ വെളുപ്പക്കാലത്ത് ഇയാൾ എന്തിനാണ് ഇവിടെ ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നത്? അപ്പൊ ഞാൻ അടുത്ത് എന്തെന്ന് ചോദിച്ചു, ഈ കുഞ്ഞിന്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചു. കാരണം പുരുഷന്മാർക്ക് കുഞ്ഞുങ്ങളെ ഒന്നും സമാധാനപ്പെടുത്താൻ കഴിയില്ല, അതൊക്കെ അമ്മമാരുടെ ജോലിയാണ്, അവരെ കൊണ്ടേ അത് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോഴ് അയാള് തൊട്ടടുത്തുള്ള ബോക്സിംഗ് റിങ്ങിലോട്ട് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ നിൽക്കുന്നു ആ കുട്ടികളുടെ അമ്മ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴ് ബോക്സിംഗ് റിങ്ങില് പൊക്കം കുറഞ്ഞ ഒരു സ്ത്രീ, തലയിൽ ഹെഡ് ഗിയർ ഒക്കെ വെച്ചിട്ടുണ്ട്, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, നല്ല അവരൊരു പഞ്ചിങ് പാഡിൽ പുതുതനായി ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവര് വേർത്ത് കുളിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു സെക്കൻഡിന് പോലും വിശ്രമിക്കാതെ ഇടിയോട്. ഇപ്പൊ ഞാൻ ചോദിച്ചു, അത്ഭുതപ്പെട്ടു, കൊള്ളാതെ ഒരു ബോക്സിംഗ് അത്ലറ്റ് വന്ന് ചെയ്യാൻ എനിക്കറിയില്ല, ഇത് ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ സ്ത്രീയുടെ പേരെന്താ? അപ്പൊ അയാൾ പറഞ്ഞു ആ സ്ത്രീയുടെ പേരാണ് മേരി കോം. അപ്പം മണിപ്പൂരുകാരിയായ ഈ മേരി കോം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വനിതാ ബോക്സറാണ്. എത്ര മെഡലുകളാണ് അവർ ഇന്ത്യക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയത്. അവരെ വെല്ലുന്ന ഒരു വനിതാ ബോക്സർ ഇനിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വനിത രാവിലെ 5 മണിക്ക് തൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ, ട്വിൻസ് 2 ഇരട്ട കുഞ്ഞുങ്ങളെ അപ്പന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പരിശീലനം തുടരുകയാണ്. അത് കുഞ്ഞുങ്ങളെ വാവിട്ട് കരയുമ്പോൾ സാധാരണ അമ്മമാര് ഓടിച്ചെന്ന് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കും അല്ലേ? എന്നാൽ ഇവര് അതൊന്നും ചെയ്യാതെ അവരുടെ നിർദ്ദിഷ്ട സ്ഥാനത്ത് അവർ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് മേരി കോം. ഇതിനാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ആ ലക്ഷ്യം നിറവേറ്റാൻ നിശ്ചയദാർഢ്യം വേണം,
അത് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാവണം, ഡിസിപ്ലിൻ ഉണ്ടാവണം. എല്ലാത്തിനും ഉപരി ഡെഡിക്കേഷനും വേണം. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സമർപ്പണം എന്നാണ് അർത്ഥം. അപ്പൊ ആ സമർപ്പണം വെച്ചാൽ മറ്റൊന്നും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മള് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു അല്ലെ? പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഇപ്പൊ എന്താണ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫുട്ബോളിന് കമ്പമുള്ള കുട്ടികൾക്ക് അത് കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് കാണണമെങ്കിൽ രാത്രി 12:30 മണിക്കാണ് കളി ആരംഭിക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ സമയം. അപ്പൊ 12:30 കളി തുടങ്ങിയാൽ 3 മണി വരെ കളി വരിക. അപ്പൊ ഇത്രയും സമയം ആ കളി കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മറ്റന്നാൾ പരീക്ഷയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കാണണ്ടാതെ വയ്ക്കും അല്ലെ? ഇത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റാൻ വേണ്ടി മറ്റുള്ളതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് കണ്ടേ പറ്റുള്ളൂ. ഓക്കെ, കാണാം, ഇതിന്റെ ഹൈലൈറ്റ്സ് കാണാം, ഇത് അങ്ങനെ ചെയ്യണം അല്ലെ? അപ്പൊ ഇതേപോലെ നമ്മൾക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറ്റിയെടുക്കാൻ വേണ്ടി നമ്മള് ഒരു പൂർണ്ണമായ സമർപ്പണം നമുക്കുണ്ടാകും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം വെറുതെ ഞാൻ എല്ലാവരും പറയുന്നു സിവിൽ സർവീസ് എഴുതണം, IAS എടുക്കണം എന്ന് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് തീവ്രമായിട്ടും ആഗ്രഹിക്കണം. ഇത് കിട്ടിയേ പറ്റുമെന്ന് നിശ്ചയദാർഢ്യം വേണം. അതിനു വേണ്ട പ്ലാൻ ഉണ്ടാക്കണം. എന്തൊക്കെയാണ് ആ പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാകേണ്ടത്, ആ ജോലി എന്തൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അതിനുള്ള പ്രിപ്പറേഷൻസ് വേണം.